എന്റെ സുന്ദരി കുട്ടി, എന്നെ നീ ഇങ്ങനിട്ട് വലക്കരുത്. ആ പിശാശു മുകളിൽ കിടന്നുറങ്ങ. നീ എന്താ ഒന്നും മിണ്ടാത്തേ? കൊച്ചു കള്ളി, എന്തൊരു നാണ നിനക്ക്. നീ എന്റെ സുന്ദരിയല്ലേ? നീ ഇങ്ങനെ ചേർന്ന് നിന്നോ. നീ എന്റെ പൊന്നും കൂടല്ലേ? അമ്പടാ, വാതിലടച്ചിട്ടുണ്ട്. ഇതാ പരിപാടിയില്ലേ? ഈ വാതിലോട്ട് തുറക്കാൻ. സരോജിനി, വാതിൽ പൊളിക്കല്ലേ? ഈ വാതിലോട്ട് തുറക്കാൻ. തുറക്കാനാ പറഞ്ഞത്. നീ ബഹളം ഉണ്ടാക്കല്ലേ, ഞാൻ തുറക്കാം. അത്രക്കായോ? നീ എന്തിനാ വാതിലടക്കണേ? എവിടെയാ അവള്? ആര്? ഇപ്പൊ നിങ്ങളോട് ഇവിടെ സംസാരിച്ചോണ്ട് നിന്നവൾ എവിടെയെന്ന്? എന്റെ സരോജിനി, ഞാൻ MTയുടെ 4 കെട്ടെന്നുള്ള നോവല് വായിക്കായിരുന്നു. വെറുതെ അല്ലാട്ടോ അയാൾക്ക് ജ്ഞാനപീഠന്നുള്ള അവാർഡ് കിട്ടിയത്. എന്നിട്ട് നോവൽ എവിടെ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കഥാപാത്രങ്ങളൊക്കെ ജീവനുള്ളതാ, നടന്നു പോയിട്ടുണ്ടാവും. ആ പെണ്ണ് എവിടെയെന്നാ ചോദിച്ചത്? 4 കെട്ടിലെ പെണ്ണാ. 4 കെട്ടിലെ പെണ്ണല്ല, ഇപ്പൊ ഇവിടെ നിങ്ങളോട് സംസാരിച്ചോണ്ട് നിന്ന പെണ്ണ. തലയ്ക്ക് സുഖമില്ലാണ്ടായ ഞാനിപ്പോ എന്താ ചെയ്യാ? എന്താ മടി വെച്ചത്? എന്ത് മടി? എന്താ മടി വെച്ചത്? അമ്പലത്തിലെ പ്രസാദം. എന്തോന്ന് വെച്ചു? അമ്പലത്തിലെ പ്രസാദം. അമ്പലത്തിലെ പ്രസാദം ഒളിച്ചു വെക്കണേ. എന്റെ മുണ്ടായി മുണ്ടഴിഞ്ഞാലും എനിക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലേ മുണ്ടഴിഞ്ഞു പോന്ന്. നീ ആര്? മേലെ ഉണ്ണിയാർക്കട മോള. മാറി നിക്കണേ. ആൾക്കാര് കാണുന്നു. ഇവർക്ക് ഒന്നിലേക്ക് ഇത്ര പ്രായമായിട്ട് ഇവളെന്താ കളി? ബലം പിടിക്കും. എടുക്കരുതെന്ന് മോളെ. നിന്റെ കുട്ടിക്കാലത്ത് നിന്നെ ഞാൻ തോളിലിട്ട് ആര്യങ്കാവിലെ വേദനാണ് മോളെ. നിന്നെ ഞാൻ വളർത്തി വലുതാക്കി മഞ്ഞപ്പാവാടിയും മഞ്ഞ ബ്ലൗസൊക്കെ മേടിച്ചത് ഈ അച്ഛനല്ലേ? ഇടിയിലൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. ഇതൊരു പെണ്ണിന്റെ കല്യാണമാണല്ലോ. സത്യം പറ, ഇതാരുടെയാ? ഇതാരുടെയാണെന്ന്? അതെ, കറുത്തിട്ട് താടി വെച്ച് കൊല്ലുന്നതിനൊരു നീലാണ്ടല്ലേ? നീലാണ്ടന്റെയോ? അതെ. അല്ല, അയാളുടെ ഒരു ഭാര്യയില്ലേ, നല്ല വെളുത്തിട്ട് ഒരു സാവിത്രി, അവളുടെ ആണോ? ആ, അങ്ങനെ വരട്ടെ. സത്യം പറ, എത്ര നാളായി ഒളിച്ചവ തുടങ്ങിയിട്ട്? നീ എന്ത് വൃത്തിയാടാ ഈ പറയണേ? ഇത്രയും സുന്ദരിയായ നീ ഉള്ളപ്പോ ഞാൻ ഉത്സവിക്ക് പോവോ? ഒന്നും പറയണ്ട. ഇത്രയും കാലം നിങ്ങൾ എന്നെ ചതിക്കായിരുന്നില്ലേ? ഇനി നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല. ചതിയല്ലോ നിങ്ങൾ. എന്റെ സരോജിനി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ന്യായീകരിക്കണ്ട. ഞാനും മോളും ഇവിടെ നിന്ന് ഇറങ്ങി തന്നേക്കാം. അവളെയും കൂട്ടി സുഖമായിട്ട് ഇവിടെ പാർത്തോളൂ. സരോജിനി, ഞാൻ പറയുന്നു, നീ ഒന്ന് കേക്ക്. തൊട്ടുപോരും തന്നെ. പടി, അവള് വെല്ലണം വരെ ഇതും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. എവിടേക്കാ രണ്ടുപേരും കൂടി? പോക്ക് കണ്ടിട്ട് അത്ര സുഖാവണില്ലല്ലോ. അവൾ എങ്ങോട്ടാ പോയത്? അവള് പോട്ടടോ, പോയി തൊലയട്ടെ. ഭഗവാനെ, നിങ്ങൾ വഴക്കിട്ടോ? വഴക്കിട്ടു, പിരിഞ്ഞു. എന്താ തനിക്ക് സങ്കടം ഉണ്ടോ? ഉണ്ട്, സങ്കടം ഉണ്ട്. സങ്കടം ഉണ്ടെങ്കിൽ അവളുടെ കണ്ണീരൊപ്പിടൂ. രാവുണ്ണി, തനിക്ക് എന്താ പറ്റിയത്? എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത സമയ. ദയവ് ഇതൊന്ന് പോടോ. സരോജിനമ്മേ, നിൽക്കൂ. എന്താ അവിവേകായി കാണിക്കുന്നത്? അവിവേകം കാണിച്ച ഞാനല്ല, അങ്ങേരാ. അതിനിപ്പോ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായതെന്നോ? വയസ്സാം കാലത്ത് ഒളിസേവ തുടങ്ങിയിരിക്കുന്നു. ഒളിസേവയോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, വ്യക്തമായിട്ട് പറയൂ. നീലാണ്ടന്റെ ഭാര്യയായിട്ട് ബന്ധം കൂടിയിരിക്കുക. ഇതെങ്ങനെ ഞാൻ സഹിക്കും? മാഷ് എന്നെ പറ. സാവിത്രിയായിട്ട് രാവുണ്ണിക്ക് ബന്ധം? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ.
ആ ശവത്തിന്റെ അരിഞ്ഞാണോ മടി വെച്ച് പൂജിച്ചോണ്ടിരിക്കുക. നാണോ മനമില്ലാത്ത മനുഷ്യൻ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നും ചെയ്യണ്ട, ഞാനും എന്റെ മോളും പോവാ. സരോജനെ, അവൻ എന്തോ പൊട്ടത്തരം കാണിച്ചു എന്ന് വെച്ച് നിങ്ങൾ ഇങ്ങനെ എടുത്തിയാടിയാലോ? മകളുടെ ഭാവി നോക്കണ്ടേ? എന്നെ വേണ്ടാത്തടത്ത് ഞാൻ എന്തിനാ മാഷ അവിടെ? വേണം, സരോജിനി അവിടെ വേണം. എന്നാലേ അവനെ പിടിച്ചപിടിയാലെ കൊണ്ടുവരാൻ പറ്റും. ശരിയാവില്ല മാഷെ, ഇത് കൈവശം. എന്ത് വിഷമായിരുന്നാലും അതിനൊരു മറുമരുന്നില്ലേ? പോകൂ, നിങ്ങൾ വീട്ടിലേക്ക് പോകും. ദയവ് ചെയ്ത് എന്നെ ഇനി ഉപദ്രവിക്കരുത്. അതെങ്ങനെ ശരിയാവുന്നേ? ഈ ഇടുക്കി തന്നെ വേണ്ട ഒരു നീതിയും ന്യായമൊക്കെ. എന്തിനാണ് രാവിലെ മോനെ തള്ളത്? ഇയാള് കാണിച്ച തമ്മാടത്തിൽ എന്താണെന്നറിയോ? പയൽവാനെ എന്നെ നാണം കെടുത്തി താൻ തന്നെ പറ. അരുത്, ഉപദ്രവിക്കരുത്. എന്താ രാവുണ്ണി ഇത്? അയ്യോ അച്ചുമാഷ്, എന്താ ഫയൽവാനെ, എന്താ കാര്യം? നിങ്ങളുടെയൊക്കെ അമ്മയും പെങ്ങന്മാരും കുളിക്കുന്നത് ഒളിച്ചു നോക്കിയാൽ നിങ്ങൾ എന്താ ചെയ്യാ? തല്ലിക്കൊല്ലും. അത് തന്നെ ഞാൻ ചെയ്യാൻ പോണേ. അയ്യോ അരുത്, സുഖമില്ലാത്ത ആളാ. അല്ല, മുതലാളി ആരുടെ കുളിയാ കണ്ടേ? പറ ഫയൽവാനെ. നീലകണ്ഠന്റെ ഭാര്യ സാവിത്രി അറിയില്ലേ? അവള് കുളിക്കുന്ന നോക്കി രസിച്ച് നിക്ക ഈ കളവൻ. ഇതിന്റെ പൂഞ്ഞ കെട്ടി നിർത്തണ്ട. വേണ്ട, ഇത്രയും മതി. എല്ലാരും പിരിഞ്ഞു പോവുക, എല്ലാം കഴിഞ്ഞു. ഒന്നും കഴിഞ്ഞിട്ടില്ല, തുടങ്ങാൻ പോണേ ഉള്ളൂ. ഓ ചൂട്. ഈ കണ്ട തല്ല് മുഴുവൻ കൊള്ളുമ്പോഴും നിങ്ങളൊക്കെ കയ്യും കെട്ടി നോക്കി നിൽക്കായിരുന്നോ മാഷേ? മനുഷ്യന് ഇത്തിരി സ്വൈര്യം തരില്ല എന്ന് വെച്ചാ എന്നാ നീയും കൂടി എന്നെ തല്ലിക്കോ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? സരോജനമ്മേ, മഹാത്മാവായ ഗാന്ധിജിക്ക് പോലും വെള്ളക്കാരുടെ കയ്യിൽ നിന്നും നല്ല അസലിടി കൊണ്ടിട്ടില്ലേ? അത് കസ്തൂർബ സഹിച്ചില്ലേ? കൊള്ളാം. ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മാഷേ. എങ്കിൽ കുറച്ചു നേരം സഹിക്കാൻ പറ്റില്ലെങ്കിൽ നീ ഇവിടെ ഇരുന്ന് കരയെ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ആ ഓരുമ്പെട്ടോളാ ഇങ്ങനെ തല്ലിച്ചത്. മഹാപാവം പറയരുത് സരോജിനി, ആ പാവം ഒരു തെറ്റും ചെയ്തിട്ടില്ല. കണ്ടു മാഷേ, ഇങ്ങനെയൊക്കെ ഇപ്പോഴും കൂറ അവളോടാ. അതെ, അവളോടാ. നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ചുമ്മാ അല്ല തല്ലുകൊണ്ടത്, ഇനി ഇത് കൂടുതലും കൊള്ളും. അവൾക്ക് വേണ്ടി ഞാൻ തല്ലുകൊള്ളും, വേണ്ടി വന്ന എന്റെ ജീവൻ ബലി കൊടുക്കുകയും ചെയ്യും. ഇത് ബലിയല്ല. ഗോഡ്സയുടെ വെടിയുണ്ടേറ്റ് മഹാത്മജി ഇന്ത്യക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചില്ലേ? അതാണ് യഥാർത്ഥ ബലി. താനൊന്നും മിണ്ടാതിരിക്കണ്ട. ഹിന്ദി അരഞ്ഞാണ് നമ്മൾ എന്താ ബന്ധം? ഞാൻ പറഞ്ഞില്ലേ മാഷെ, ഇത് കൈവശമാണെന്ന്. ആ പൂതിന് അരിഞ്ഞാണത്തിലാ കൈവശം കൊടുത്തിരിക്കുന്നത്. കഷ്ടകാലം വരുമ്പോ അരേ കിടക്കുന്ന അരഞ്ഞാണവും പാമ്പായിട്ട് കൊത്തുവെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിട്ട് കണ്ടു. ദേ, അവസാനമായിട്ട് ഞാൻ പറയുവാ, ആ അരിഞ്ഞാണമൊക്കെ മടക്കി കൊടുക്കും. കൊടുക്കില്ല, കൊടുക്കില്ല, കൊടുക്കില്ല. 3 പ്രാവശ്യം ഞാൻ പറഞ്ഞു. നീ എന്താ ചെയ്യാ? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഈ മനുഷ്യൻ നേരെ ആവില്ലെന്ന്. രാവുണ്ണി, ആ അരിഞ്ഞാണം തനിക്ക് കഷ്ടകാലമാ. ഇനിയെങ്കിലും തിരിച്ചു കൊടുക്കണം. സാക്ഷാൽ തോട്ടുങ്കര ഭഗവതി ഇറങ്ങി വന്ന് പറഞ്ഞാലും ഈ അരഞ്ഞാണ് ഞാൻ കൊടുക്കില്ല. ദുഷ്ടൻ, ഈ അരിഞ്ഞാണം കൊണ്ട് നിങ്ങൾ മുടിഞ്ഞു പോത്തേ ഉള്ളൂ. ഇനി മുടിയേണ്ടി വന്നാലും ഞാൻ കൊടുക്കില്ല, കൊടുക്കില്ല.